എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബാങ്കുകളുടെ ലയന നടപടികളുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഘടനയെ സമൂലമായിട്ട് തന്നെ പരിഷ്കരിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സുപ്രധാനപരമായിട്ടുള്ള ഒരു നീക്കത്തിന് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. നിലവിൽ രാജ്യത്തുള്ള 12 പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം അത് 3 എണ്ണമായിട്ട് ചുരുക്കുന്ന ലയന പദ്ധതിയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ആഗോളതലത്തിൽ മത്സരിക്കുവാൻ ശേഷിയുള്ള വൻകിട ബാങ്കിംഗ് സ്ഥാപനങ്ങളെ സൃഷ്ടിക്കുക എന്ന ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കുന്നത്. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 20 ബാങ്കുകളുടെ പട്ടികയിൽ കുറഞ്ഞത് 2 ഇന്ത്യൻ ബാങ്കുകളെയെങ്കിലും ഉൾപ്പെടുത്തുവാൻ സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നതാണ്. നിലവിലെ ആസ്തിയുടെ കാര്യത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആകട്ടെ 43-ാം സ്ഥാനത്താണ് ഉള്ളത്. ലോകത്തെ ഏറ്റവും വലിയ 4 ബാങ്കുകളും ചൈനയിൽ നിന്നുള്ളവയാണ്. ഇവ അന്താരാഷ്ട്ര തലത്തിൽ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ധനകാര്യ മന്ത്രാലയം പ്രധാനമായിട്ടും ബാങ്കുകളെ 3 ശക്തമായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് ലയിപ്പിക്കുവാനായിട്ട് ശുപാർശ ചെയ്തിരിക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് എന്നിവയുടെ കീഴിലേക്കാണ് മറ്റു ബാങ്കുകളെ ഏകീകരിക്കുന്നത്. SBIയുടെ കീഴിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂക്കോ ബാങ്ക്, പഞ്ചാബ് സിന്ധ് ബാങ്ക് എന്നിവയും അതോടൊപ്പം തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ കീഴിൽ ബാങ്ക് ഓഫ് ബറോഡ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയും അതോടൊപ്പം തന്നെ കാനറ ബാങ്കിൻ്റെ കീഴിലേക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുമാണ് ലയിപ്പിക്കുവാൻ സാധ്യതയുള്ളത്. ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ ലയന നടപടികളിലേക്ക് ഔദ്യോഗികപരമായിട്ട് തുടക്കമാകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഒരു മെഗാ ലയനത്തിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട്. അതായത് ഈ ഒരു ലയനം പൂർത്തീകരിക്കുന്നതോടുകൂടി രൂപപ്പെടുന്ന പുതിയ കൂറ്റൻ ബാങ്കുകൾക്ക് SBI, PNB അതോടൊപ്പം തന്നെ കാനറ ബാങ്ക് എന്നിവയ്ക്ക് രാജ്യത്തെ വൻകിട വ്യവസായങ്ങൾക്കും ഭീമമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും ആവശ്യമായിട്ടുള്ള വലിയ തുകകൾ വായ്പയായിട്ട് നൽകുവാനുള്ള ശേഷി കൈവരുന്നതാണ്. ഇത് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുവാനും വലിയ നിക്ഷേപങ്ങളെ ആകർഷിക്കുവാനും സഹായിക്കുന്നതാണ്. നിലവിലെ ചെറിയ ബാങ്കുകൾക്ക് ഇത്രയും വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ ഒറ്റയ്ക്ക് നിറവേറ്റുവാനായിട്ട് സാധിക്കുന്നതല്ല. കൂടാതെ ലയനം വഴി ബാങ്കുകളുടെ പ്രവർത്തന ചെലവുകൾ കുറയ്ക്കുവാനും സാങ്കേതിക വിദ്യയുടെ വിനിയോഗം മെച്ചപ്പെടുത്തുവാനും റിസ്ക് മാനേജ്മെന്റ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. ബാങ്കുകളുടെ എണ്ണം കുറയ്ക്കുന്നത് വഴി കാര്യക്ഷമത വർദ്ധിക്കുവാനും സർക്കാരിൻ്റെ മേൽനോട്ടം കൂടുതൽ ഫലപ്രദമാകുവാനും സഹായിക്കുന്നതാണ്. ഇന്ത്യൻ ബാങ്കിംഗ് ചരിത്രത്തിലെ ഈ ഒരു ഏകീകരണം ആദ്യത്തേതല്ല. 2017 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉൾപ്പെടെയുള്ള അനുബന്ധ ബാങ്കുകളെ SBI ലയിപ്പിച്ചതും 2020 നടന്ന ലയനത്തിലൂടെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 27-ൽ നിന്ന് 12 കുറച്ചതും ഇതേ ലക്ഷ്യത്തോടു കൂടിയാണ്. അതിനാൽ തന്നെ പുതിയ നീക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളെ കരുത്തുറ്റ സാമ്പത്തിക സ്ഥാപനങ്ങളാക്കി മാറ്റുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദീർഘവീക്ഷണമായിട്ടുള്ള നയത്തിൻ്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള നടപടികൾ കണക്കാക്കപ്പെടുന്നത്. ഏതായാലും ലയന വാർത്തകൾ സാധാരണക്കാരായ ഉപഭോക്താക്കൾ ആശങ്കകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ലയനം പൂർത്തീകരിക്കുമ്പോൾ പ്രധാനമായിട്ടും ലയിക്കുന്ന ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അക്കൗണ്ട് നമ്പർ, അതോടൊപ്പം തന്നെ IFSC കോഡ്, ചെക്ക് ബുക്ക്, പാസ്ബുക്ക് എന്നിവ ഘട്ടം ഘട്ടമായിട്ട് മാറ്റേണ്ടി വരുന്നതാണ്. എന്നിരുന്നാലും ധനകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഉറപ്പ് നൽകുന്നുണ്ട്. ഉപഭോക്താക്കളുടെ പണം പൂർണ്ണമായിട്ടും സുരക്ഷിതമായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങളും ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. പ്രധാനമായിട്ടും ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് അവരെയും കൂടെ അറിയിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.